ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴത്തോരു മുൻപേടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. കൃഷ്ണജിയുടെ വിയോഗം താങ്ങാനാവാതെ നെടുമ്പുരയ്ക്കൽ വീട്. ബാലചന്ദ്രന് തന്നെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന തൻ്റെ പൊന്നുമോളെയാണ് നഷ്ടമായത്. ബബിതയുടെ പ്രശ്നത്തിൽ തന്നെ ആകെ തളർന്ന മനസ്സുമായി ജീവിക്കുകയായിരുന്നു ബാലചന്ദ്രൻ. തനിക്ക് മാത്രം എന്തിനാണ് ദൈവം ഇങ്ങനെ വിഷമഘട്ടങ്ങൾ നൽകുന്നത്? തൻ്റെ ജീവിതം പൂർണ്ണ പരാജയമായിരുന്നു എന്നെല്ലാം മനസ്സിൽ വിചാരിക്കുമ്പോഴും അയാൾക്ക് ആശ്വാസവും ധൈര്യവും പകരുന്നവളായിരുന്നു കൃഷ്ണജ. ബബിതയുടെ പ്രശ്നം സ്കൂളിലെ പല ഫ്രണ്ട്സും അറിയുകയും അത് കൃഷ്ണജിയുമായി ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി വീട്ടിലേക്ക് മടങ്ങി വരികയായിരുന്നു കൃഷ്ണജ. അതിനു തൊട്ടു മുൻപായിരുന്നു അത് സംഭവിച്ചത്. എതിരെ വന്ന ഒരു വണ്ടി അത് തൻ്റെ ജീവൻ അപഹരിക്കാനുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. മിനിറ്റുകൾ കൊണ്ടാണ് ഹൈ സ്പീഡിലെത്തിയ കാർ കൃഷ്ണജിയുടെ ദേഹത്തൂടെ കയറിയിറങ്ങിയത്. സ്പോട്ടിൽ വെച്ച് തന്നെ മരണം സംഭവിക്കുകയും ചെയ്തു. കൃഷ്ണജിയുടെ വിയോഗ വിവരം അറിഞ്ഞ ഉടൻ തന്നെ അലീന തൻ്റെ പപ്പയെയും തൻ്റെ കൂടെ താമസിക്കാനെത്തിയ ബബിതയെയും കൂട്ടി നെടുമ്പുരയ്ക്കൽ വീട്ടിലെത്തി. പക്ഷെ അലീനയ്ക്ക് നേരിടേണ്ടി വന്നത് മറ്റൊന്നായിരുന്നു. ഈ പടി ആ ഉരുമ്പെട്ടവൾ കയറില്ല എന്ന ഉറച്ച തീരുമാനവുമായി വൈജ അലീനയെ തടഞ്ഞു. ഇങ്ങനൊരു വിഷമസന്ധിയിലും തൻ്റെ അമ്മയ്ക്ക് താൻ ശത്രുവാണ്, തന്നെ തൻ്റെ കുഞ്ഞനുജത്തെ കാണിക്കാൻ അമ്മ ഒരിക്കലും സമ്മതിക്കില്ലെന്ന വിഷമഘട്ടം അലീന മനസ്സിലാക്കുകയാണ്. ഒരിക്കൽ പോലും തൻ്റെ അമ്മ താൻ ആരാണെന്ന് അറിഞ്ഞിട്ടില്ല. പക്ഷേ തൻ്റെ 3 സഹോദരങ്ങൾക്കും അറിയാം താൻ ആരാണ്, എന്തിനാണ് വന്നത്, എവിടെ നിന്നാണ് വന്നത് എന്നെല്ലാം തൻ്റെ 3 സഹോദരങ്ങൾക്കും അറിയാം. അതിലൊരു സഹോദരത്തെയാണ് തനിക്കിന്ന് നഷ്ടമായിരിക്കുന്നത്. അവളാണ് താൻ ആരാണെന്നുള്ള സത്യം ആദ്യം മനസ്സിലാക്കിയത്. ആരാണെന്ന് പോലും അറിയാതെ ഈ വീട്ടിൽ തനിക്ക് ഏറെ സ്നേഹവും ലാളനയും നൽകിയത് അവളായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ അവസാനമായി തനിക്ക് കണ്ടേ തീരൂ. അതിന് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും, അമ്മയെ എങ്ങനെയൊക്കെ വിഷമിപ്പിക്കേണ്ടി വന്നാലും തനിക്ക് തൻ്റെ കുഞ്ഞനുജത്തിയെ കണ്ടേ തീരൂ എന്ന് അലീന ചാടി പിടിച്ചു. ഇല്ല, എനിക്ക് അവളെ കാണണം. അവളെ കാണാതെ ഞാൻ ഈ പടി ഇറങ്ങി പോവില്ല. ഇത് അലീനയുടെ തീരുമാനമാണ്. ആഹാ, എൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നീ ആയോടി? നീ ഇപ്പോൾ ഏതോ വീട്ടിലെ ആർക്കോ കൂടെ താമസിക്കുകയല്ലേ? നിനക്ക് എൻ്റെ വീട്ടിൽ എന്ത് കാര്യം? എൻ്റെ 3 മക്കളെയും നീ കൈക്കലാക്കി, എൻ്റെ ഭർത്താവിനെയും. ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയിട്ടും നിനക്കിപ്പോഴും ഇവരൊക്കെ എന്തിനാണ്? ഈ വീട്ടിലൊരു വേലക്കാരി മാത്രമായിരുന്നു നീ. അതിൽ കൂടുതലൊന്നും ഈ വീട്ടിൽ ആരുമായും നീ ഒരു ബന്ധവും സ്ഥാപിക്കേണ്ട. അതെനിക്കിഷ്ടമല്ല. ഇവിടെ മരിച്ചു കിടക്കുന്നത് എൻ്റെ മാത്രം മകളാണ്. അവളെ കാണാനോ ഈ വീട്ടിൽ ആരുമായി സംസാരിക്കാനോ നിനക്കൊരു അധികാരവും അവകാശവുമില്ല. ഇപ്പോൾ ഇറങ്ങിക്കൊള്ളണം ഈ വീട്ടിൽ നിന്ന്. നിങ്ങൾ ഇനി എത്രയൊക്കെ എതിർത്താലും എത്രയൊക്കെ വാശി പിടിച്ചാലും എന്നെ ഇവിടുന്ന് ഇറക്കിയാലും ഞാൻ അവളെ കണ്ടിട്ടേ പോകൂ. കാരണം അവൾ എൻ്റെ കുഞ്ഞനുജത്തിയാണ്. ഈ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം ഞാൻ അവളെ എങ്ങനെയാണ് സ്നേഹിച്ചിരുന്നത്, അവൾ എന്നെ തിരിച്ച് എങ്ങനെയാണ് സ്നേഹിച്ചിരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങൾ മാത്രം എന്തൊക്കെ പറഞ്ഞു പരത്തിയാലും അതൊന്നും സത്യമാവില്ല. ഞാൻ അവളെ കണ്ടിട്ടേ പോകൂ എന്ന് പറഞ്ഞാൽ ഞാൻ അവളെ കണ്ടിട്ടേ പോകൂ. ഈ ഒരു അവസ്ഥയിൽ എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റില്ല. എന്താ നീ ഒന്ന് കാണാൻ അതൊന്നും എനിക്ക് കാണണമല്ലോ. എൻ്റെ മകളെ ആര് കാണണം കാണണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, അല്ലാതെ വഴി കൂടെ പോണവരല്ല. ഇവിടെ നിൽക്കുന്ന ആര് പറഞ്ഞാലും നിന്നെ ഞാൻ അവളെ കാണിക്കുന്നു നീ വിചാരിക്കേണ്ട. നീ വേണിച്ച് കയറി കണ്ടോ. നീ കാരണമാണല്ലോ അവൾക്ക് ഈ അവസ്ഥ വന്നത് എന്ന് ബബിതയെ ചൂണ്ടിക്കാട്ടി വൈജ പറയുന്നുണ്ട്. അമ്മയ്ക്ക് എങ്ങനെ ഇന്ന് സംസാരിക്കാൻ തോന്നുന്നു? അലിനി ചേച്ചി ഒന്ന് അവളെ കണ്ടു വെച്ചിട്ട് ഈ ആകാശമൊന്നും ഇടിഞ്ഞു വീഴുന്നില്ലല്ലോ. അവൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണ് അലിനി ചേച്ചി എന്ന് അമ്മയ്ക്ക് അറിയാലോ. അമ്മയെക്കാളും ഇഷ്ടമല്ലേ അവൾക്ക് അലിനി ചേച്ചീനെ? എന്നിട്ട് ഇങ്ങനെ ഒരു അവസ്ഥയിൽ അലിനി ചേച്ചി അവളെ കാണണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ആത്മാവിന് പോലും മോക്ഷം കിട്ടില്ല അമ്മേ. ഇങ്ങനെയൊക്കെ അമ്മയ്ക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നു? നീ മിണ്ടിപ്പോവരുത്. നിന്റെ തോന്നിവാസക്കാരനാണ് എന്റെ മകൾക്ക് ഇപ്പൊ ഈ അവസ്ഥ വന്നത്. നീ കാരണാടി അവൾക്ക് ഈ അവസ്ഥ വന്നത്. എന്നിട്ടും ഞാൻ നിന്നെ അവളെ കാണാൻ അനുവദിക്കുന്നില്ലേ? അതെന്നെ വലിയ കാര്യമാണ്. നീ വേണച്ച കയറി കണ്ടോ. പേരിന് നിന്റെ അനുജത്തിയല്ലേ അവൾ. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അലീനയുടെ അടുത്തേക്ക് അപ്പോ ഗംഗാധരനും ശിവേട്ടനൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വൈജയോട് പറയുന്നുണ്ട്, നീ എന്ത് തോന്നിയാസാ ഈ കാണിക്കുന്നത്? ഇത്ര ആൾക്കാർ കൂടി നിൽക്കുമ്പോ നിനക്ക് ഇങ്ങനെയൊന്നും പറയാൻ ഒരു നാണക്കേടും തോന്നുന്നില്ലേ? അലീന കൃഷ്ണമോളെ കണ്ട എന്താ പ്രശ്നം? അവൾ ഇത്രയും മാസങ്ങൾ ഈ വീട്ടിൽ താമസിച്ചതല്ലേ. നിന്റെ മക്കളെ പൊന്നുപോലെയല്ലേ അവൾ നോക്കിയത്. അതിൽ അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, കൃഷ്ണജിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അലീനയായിരുന്നു. അവര് പരസ്പരം എങ്ങനെ സ്നേഹിച്ചിരുന്നവരാ, ഒരു സഹോദരങ്ങളെ പോലെ കഴിഞ്ഞവരല്ലേ. അപ്പൊ അവൾക്ക് അലീനയ്ക്ക്
കൃഷ്ണച്ചിയെ കണ്ട എന്താ പ്രശ്നം? ഗംഗേട്ടനോ ശിവേട്ടനോ ഇതിൽ ഇടപെടണ്ട. ഇത് എന്റെ കാര്യമാണ്, എന്റെ മകളുടെ കാര്യമാണ്. നിന്റെ മകളുടെ കാര്യം പറഞ്ഞ് എന്ത് തോന്നിവാസം ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൂട്ടിവെക്കുന്നതാണോ നീ വിചാരിച്ചിരിക്കുന്നത്? മോള് പോയി കണ്ടിട്ട് വായോ. പറ്റില്ല, എന്റെ ശവത്ത് ചവിട്ടിയിട്ടേ നീ ഇനി അവളെ കാണാൻ പോവുള്ളൂ. ഇപ്പൊ മരിച്ചു വീഴാനും എനിക്കൊരു പേടിയില്ല. എവിടെയെങ്കിലും എന്റെ വാശി ജയിക്കുമെന്ന് എനിക്ക് അറിയണമല്ലോ. എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് നടത്തി തന്നാൽ പോരല്ലോ. എന്റെ മകളെ ഇവള് കണ്ട ആ നിമിഷം ഞാൻ പിന്നെ ജീവൻ ഒടുക്കും. പിന്നെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടാവില്ല. ഞാൻ വേണോ ഇവള് വേണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇങ്ങനെ ഒരു അവസ്ഥയിൽ എങ്ങനെ നിനക്ക് ഇതൊക്കെ പറയാൻ പറ്റുന്നു? ചങ്ക് പൊട്ടിയിട്ടാണ് അവിടെ രോഹിത്തും ബാലചന്ദ്രനും ഇരിക്കുന്നത്. നീ അവളുടെ അമ്മയല്ലേ, എന്നിട്ട് പോലും നിനക്ക് ഒരു മനസ്സലിവും ഇല്ലേ വൈജി? നീയൊക്കെ ഞങ്ങളുടെ അമ്മയുടെ വയറ്റിൽ തന്നെ ജയിച്ചു പോയല്ലോ എന്ന് ശിവശങ്കരനും പറഞ്ഞുകൊണ്ട് അയാൾ അകത്തേക്ക് പോകുന്നില്ല. അപ്പൊ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പുറത്ത് എന്ത് ചെയ്യണം എന്നറിയാതെ ബബിതയും അലീനയും നിൽക്കുന്നുണ്ട്. അലീന കാണാതെ എങ്ങനെയാണ് ബബിത കാണുക? ബബിതയെ സാന്ത്വനിപ്പിക്കുകയും ഈ ഒരു അവസ്ഥയിൽ ബബിതയെ കൊട്ടാരമുറ്റത്ത് കൊണ്ട് താമസിപ്പിക്കുകയും അവൾക്ക് നല്ലൊരു ജീവിതം തിരിച്ചു നൽകുകയും ചെയ്ത ആളാണ് അലീന. അപ്പൊ അലീന ചേച്ചീനെ പുറത്ത് നിർത്തി താൻ എങ്ങനെ തന്നെ അനുജത്തെ കാണാൻ പോകും എന്നൊരു വിഷമഘട്ടത്തിലാണ് പുറത്ത് നിൽക്കുന്ന അലീന കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. വണ്ടിയിലിരിക്കുന്ന സ്റ്റാൻലി കാണുന്നുണ്ട്. സ്റ്റാൻലിക്ക് പുറത്തിറങ്ങാൻ മടിയായിരുന്നു. കാണണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ തന്നെ ആരെങ്കിലും തിരിച്ചറിഞ്ഞാലോ പിന്നീട് അത് വലിയൊരു പ്രശ്നമായി നാട്ടുകാരും വീട്ടുകാരും എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയാലോ എന്നുള്ള പേടിയുണ്ട്. സ്റ്റാൻലി കാറിൽ തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷെ തന്റെ പൊന്നുമകളെ പുറത്തു നിന്ന് കരയുന്നത് കണ്ട് അവൾക്ക് തന്റെ കുഞ്ഞരിച്ചെത്തി ഒന്ന് കാണാനോ അവസാനമായിട്ടൊന്ന് കാണാനോ ഒന്ന് സ്പർശിക്കാനോ പറ്റാതെ അവൾ അങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് സ്റ്റാൻലിക്ക് വിഷമം സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെയാണ് സ്റ്റാൻലി പുറത്തേക്ക് ഇറങ്ങി വരുന്നതും അലീനയോട് കാര്യങ്ങൾ തിരക്കുന്നതും. എന്നിട്ട് അലീന കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, പപ്പ എനിക്ക് അവളെ കണ്ടേ മതിയാവും. ഞാൻ ഏറെ സ്നേഹിച്ച എന്റെ അനുജത്തിയാണ്. ഞാൻ ആരാണെന്ന് പോലും അറിയാതെ ഞാൻ ആദ്യമായിട്ട് ഈ വീട്ടിൽ വന്നപ്പോ എന്നെ ഒരുപാട് സ്നേഹിച്ചവളാണ്. അവളെ അവസാനമായിട്ട് എനിക്കൊന്ന് കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എനിക്ക് കണ്ടേ പറ്റുന്നു. ഇനി അമ്മ സത്യങ്ങൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും എനിക്ക് അവളെ കണ്ടേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലിയെ കെട്ടിപ്പിടിച്ച് അലീനയ്ക്ക് അറിയാൻ തുടങ്ങി കേട്ടോ. അപ്പോഴാണ് അലീനയുടെ ഒപ്പം വന്ന ആളെ വൈജയന്തി ശ്രദ്ധിക്കുന്നത്. അയാളെ എവിടെയോ കണ്ടു മറന്ന മുഖം. പെട്ടെന്നാണ് വൈജയന്തിക്ക് കാര്യം മനസ്സിലായത്. അത് സ്റ്റാൻലി ജോസഫ് ആണ്, തന്നെ ചതിച്ച് വഞ്ചിച്ചു പോയ അയാളാണ് അദ്ദേഹം എന്ന്. വൈജ തനിക്ക് നേർക്ക് നോക്കുന്നത് കണ്ട സ്റ്റാലിനി ദേഷ്യത്തോടെ അലീനയുടെ കൈകൾ പിടിച്ചുകൊണ്ട് വൈജയന്തിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇവളാണ് അലീന, ഈ സ്റ്റാൻലി ജോസഫിന്റെ മകൾ. റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫിന്റെ മകളാണ് അലീന. അവള് തന്റെ അനുജത്തി കൃഷ്ണജിയെ കാണാൻ ഈ പടി വരെ വന്നിട്ടുണ്ടെങ്കിൽ അവൾ കൃഷ്ണജിയെ കണ്ടിട്ടേ ഈ വീട്ടിൽ നിന്ന് മടങ്ങി പോവുകയുള്ളൂ. ഇത് സ്റ്റാൻലി ജോസഫിന്റെ തീരുമാനമാണ്. ഞാനൊരു തീരുമാനം എടുത്താൽ നടത്തിയിട്ടേ ഞാൻ പിന്മാറും. എല്ലാം കേട്ട് ആകെ തടിച്ചു നിൽക്കുകയാണ് കേട്ടോ വൈജയന്തി. എന്താ, നിനക്ക് എന്നെ മനസ്സിലായില്ലേ? ഈ സ്റ്റാൻലി ജോസഫിനെ നിനക്ക് മനസ്സിലായില്ലേ? നിന്നെ പ്രണയിച്ച് ഗർഭിണിയാക്കി വഞ്ചിച്ച് നാട് കടത്തി എന്ന് നിന്റെ ആങ്ങളമാര് പറഞ്ഞു വിശ്വസിപ്പിച്ച അതേ സ്റ്റാൻലി ജോസഫ് തന്നെയാണ് നിന്റെ മുന്നിൽ ഇപ്പൊ നിൽക്കുന്നത്. ഇവൾ എന്റെ മകളാണ് അലീന. 23 വർഷം ഞാൻ അറിയാതെ ഓർഫനേജിൽ വളർന്ന എന്റെ മകൾ. അവൾക്ക് നിന്റെ മകളെ കാണാനുള്ള അവകാശവും അധികാരവും ഉണ്ട്. കാരണം ആ കിടക്കുന്നത് അവളുടെ സ്വന്തം സഹോദരിയാണ്, സ്വന്തം ചോരയാണ്. ഈ നിൽക്കുന്ന രണ്ടുപേരും അവളുടെ സ്വന്തം ചോരകളാണ്. അതുകൊണ്ട് തന്നെ അവളെ കാണാനുള്ള അവകാശവും അധികാരവും അലീനയ്ക്കുണ്ട്. അവൾ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ അവൾ കണ്ടിട്ടേ പോകൂ. നീ പോയി കണ്ടിട്ട് വാ മകളെ എന്നും പറഞ്ഞ് അലീനയെ സ്റ്റാൻലി ജോസഫ് അകത്തേക്ക് കയറ്റി വിടുന്നുണ്ട്. വൈജിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല, കാരണം ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. സ്റ്റാൻലി ജോസഫ് എന്തൊക്കെയാണ് പറയുന്നത് എന്ന് വൈജിക്ക് ഒരു എത്തും പിടിയും കിട്ടാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, കൂടുതൽ വിവരങ്ങളൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. നിനക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന് എനിക്കറിയാം. മനസ്സിലാവും. നിന്റെ ആങ്ങളമാരോട് നീ ചോദിച്ചു നോക്ക് സത്യം എന്തായിരുന്നു എന്ന്. നിനക്ക് ജനിച്ച ആ പെൺകുഞ്ഞിനെ അവരെന്തു ചെയ്തു എന്ന്. അത് മരിച്ചുപോയി എന്ന് നീ ഇത്രയും കാലം വിശ്വസിച്ചില്ലേ? ഇനിയൊരു സത്യം മനസ്സിലാക്കിക്കോ, ആ കുഞ്ഞ് മരിച്ചിട്ടില്ല. അത് നിന്റെ കൺമുന്നിൽ തന്നെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. കൂടുതലൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു അവസ്ഥ അതിന് പറ്റിയതല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും പറയുന്നില്ല. ആ വന്നത് എന്റെ മകളാണ്. അവൾ കൃഷ്ണച്ചയെ കണ്ടിട്ട് മടങ്ങി പോകും ഇന്ന് തന്നെ. മനസ്സിലായോ എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി ജോസഫ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ആരാണ് വന്നത്, എന്തൊക്കെയാണ് പറഞ്ഞത് എന്നൊന്നും മനസ്സിലാവാൻ പറ്റാത്തൊരവസ്ഥയിലായി പോയിരുന്നു കേട്ടോ വൈജ. അപ്പോഴേക്കും അലീന അകത്ത് കയറി കൃഷ്ണജിയെ കണ്ട് വിങ്ങി പൊട്ടുന്നുണ്ട്. ബാലചന്ദ്രൻ അരികിൽ നിൽക്കുന്നുണ്ട്. ബാലചന്ദ്രൻ ഒന്നും പറയാൻ പറ്റുന്നില്ല. താൻ ഏറെ സ്നേഹിച്ച് തന്റെ പൊന്നുമകളെ തന്നെ വിട്ടു പോയിരിക്കുകയാണ്. തനിക്കൊരു ആശ്വാസവും ഒരു തണലും ഒക്കെ അവളായിരുന്നു. ഇനി ആരുണ്ട് തനിക്ക്?
എന്ന ചിന്താഗതിയാണ്. ആകെ വിഷമിച്ചിട്ടാണ് ബാലചന്ദ്രൻ അവിടെ ഇരിക്കുന്നത്. ബാലചന്ദ്രനെ ഒന്ന് ആശ്വസിപ്പിക്കാനോ സാന്ത്വനിപ്പിക്കാനോ ഒന്നും അലീനയ്ക്കും കഴിയുന്നില്ല കേട്ടോ. അലീന കണ്ട് അന്ന് തന്നെ ഒന്നും അലീന മടങ്ങി പോകില്ല കേട്ടോ. സ്റ്റാൻലി ജോസഫിനെ പറഞ്ഞയച്ച അലീന കുറച്ച് ദിവസം നെടുമ്പ്രക്കൽ വീട്ടിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡാണ്. അന്ന് ആ ഒരു നിൽക്കലിലാണ് അലീന ആരാണ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വൈചീന്തി മനസ്സിലാക്കുന്നതും ബാലചന്ദ്രൻ തന്നെ ഒക്കെ തുറന്ന് പറയുന്നതും ഒക്കെ വരാൻ പോകുന്ന എപ്പിസോഡ്സ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാക്കിയതിന് എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്